വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, 2001 ജനുവരി 2-ാം തീയതിയാണ് ഞാനൊരു വൈദികനായി അഭിഷിക്തനായത്. ഇത് 25-ാമത്തെ വർഷമാണ്. ഈ 25 വർഷങ്ങൾക്കിടയിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. പ്രത്യേകമായ വിധത്തിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് കുട്ടികളുടെ ഇടയിലായിരുന്നു. സ്കൂളില് സെന്റ് സേവേഴ്സ് പോത്താനിക്കാട്, പിന്നെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ഔദ്യോഗിക ചുമതലകൾക്കിടയിൽ എനിക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ് ഈ ഒരു ഭവനത്തിലേക്ക് എൻ്റെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ഈ കാലഘട്ടത്തിന്റെ മക്കള് സ്വന്തം ജീവിതത്തിൻ്റെക്ക് ഉൾവലിയുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഭവനങ്ങളെ പരിചയപ്പെടുത്തുകയും അവരുമായുള്ള സംസാരവും ഇടപഴകാനായിട്ടുള്ള അവസരം കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ഞാൻ പോത്താനിക്കാടായിരുന്നപ്പോഴും മൂവാറ്റുപുഴയായിരുന്നപ്പോഴും അവിടെയുള്ള സ്കൂളിലെ കുട്ടികളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. അതിനു മുമ്പ് 2007 ഞാൻ ഈ മൈലക്കൊമ്പിലെ കൊച്ചച്ഛൻ അതോടെ ഒപ്പം തന്നെ B.Ed മൈലക്കൊമ്പ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ B.Ed പഠിക്കാനായിട്ട് വന്നത്. അതിനുശേഷം പിറ്റേ വർഷം M.Ed പഠിക്കാനായിട്ട് വന്നു. അപ്പോ അന്ന് മുതൽ ഇന്നു വരെ ഈ ഒരു ഭവനം എന്റെ ഭവനം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോ മക്കളെയും എല്ലാ മാസത്തിലൊരിക്കലെങ്കിലും ഇവിടെ കടന്നു വരാനായിട്ട് എനിക്ക് ദൈവം അവസരം ഒരുക്കുന്നുണ്ട്. അതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകമായ വിധത്തിൽ ഇവിടെയുള്ള ഓരോ മക്കളും ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ അവരെയും ദൈവം പരിപാലിക്കുന്നു എന്നുള്ള വലിയ സന്തോഷം ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടെ അർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇനി ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ എനിക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം സ്കൂളിന്റെ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇനി ഇവിടെ പറഞ്ഞത് അനുസരിച്ച് ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ രൂപതാതലത്തിലുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മാതൃവേദി, പിതൃവേദി, പിന്നെ പ്രോ ലൈഫ്. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ജോയ് സാറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. പ്രോ ലൈഫിന്റെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാനുള്ള ഒരു പദ്ധതി ഇടുകയാണ്. ഞാൻ ഓർക്കുന്നു, പണ്ട് ഇവിടെ ഞങ്ങള് ജോയ് സാറും ഇവിടെ ഇരിക്കുന്ന ജോസഫ് കൊച്ചുകുറുമ്പലച്ഛനും ഷാജൻ ചേട്ടനൊക്കെ ഇവിടെ, ടോമി ചേട്ടൻ, ജോഷി ചേട്ടൻ, ഞങ്ങള് ഒരു വലിയൊരു വാഹനം കരുതി ആ വാഹനത്തിന്റെ ബാക്കിൽ ഒരു സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് ഈ കോതമംഗലം രൂപതയിൽ കേരളത്തിലെ പലയിടങ്ങളിലുമൊക്കെ പല തെരുവുകളിലും പോയി ജീവന്റെ മഹോത്സവം എന്നുള്ളൊരു പ്രോഗ്രാം നടത്തിയത് ഓർക്കുകയാണ്. ആ ജീവന്റെ മഹോത്സവത്തിന്റെ പ്രോഗ്രാമിന്റെ വലിയൊരു ലക്ഷ്യം ജീവനെ പരിപോഷിപ്പിക്കുക, ഒരു ജീവൻ പോലും നഷ്ടമാകാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തമ്പുരാനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെടാൻ ഇടയാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു ആ ഒരു പ്രോഗ്രാം സജ്ജമാക്കിയത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും മനുഷ്യജീവന്റെ വിലയെ തച്ചുടയ്ക്കുന്ന പല അസ്വസ്ഥതകളും നമ്മുടെ ചുറ്റും പെരുകി വരുമ്പോൾ ജീവന്റെ ഉത്സവം ആഘോഷിക്കാനും ജീവനെ പരിപോഷിപ്പിക്കുവാനുമുള്ള ക്രമീകരണങ്ങൾ നടത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പ്രോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുതിയ കാലഘട്ടത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 30-ാം വാർഷികത്തില് എനിക്ക് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ജീവന്റെ സമൃദ്ധിക്ക് വേണ്ടിയും ജീവന്റെ പരിപോഷണത്തിനു വേണ്ടിയും നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. അതിനാൽ അടുത്ത മാസം സെക്കൻഡ് സൺഡേ 13th ഉച്ചകഴിഞ്ഞ് നെസ്റ്റിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. കോതമംഗലം രൂപതയിലെ പ്രോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവിടെ വിളിച്ചുകൂട്ടുകയാണ്. അന്ന് അതിന്റെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും അഭിമന്യ പിതാവിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കോതമംഗല രൂപതയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ പ്രോ ലൈഫിന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാൻ, ഏകോപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ 30-ാം വാർഷികത്തില് എന്റെ പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദിവ്യരക്ഷാലയത്തിലെ
എല്ലാ അംഗങ്ങൾക്കും എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.